ഉമ്മമാന്റെ പല്ലാണ് ഗൈസ്. ഒത്തിരിക്കും വലിയ പല്ലാണ്. അത് പിന്നെ പറ്റ അങ്ങെത്തിയിട്ട് പോകുന്നതാണ്. ഒറ്റക്ക് പോന്നല്ലേ, പല്ലിന്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണിത്. ആര് വലിച്ചു വരികയെന്നല്ല ഗൈസ്. അതെ വെച്ചാണ് പല്ലിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചാണ് ഒറ്റന്റെ ഇങ്ങനെ വെച്ചാണ് സൈഡ് പിടിച്ചാ അങ്ങനെയാണല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിക്ക് സ്വാഗതം ഗൈസ്. ഒരുപാട് നാളത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോരോ കാര്യങ്ങളിലായി തിരക്കിലായി പോയി ഗൈസ്. നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വലിയൊരു സംഭവം നടന്നത്. ഇന്നല്ല, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസം അയക്കണേ. പക്ഷേ ഇന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് വീടിടാൻ പറ്റിയത്. സംഭവം എന്താണെന്ന് നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം. എന്താണെന്ന് അറിയോ? ഉമ്മാന്റെ പല്ലു പോയത്. അപ്പൊ ഞാൻ കാട്ടിത്തരാം. നമ്മളെ വല്യമാനെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളെ സ്വന്തം ഖദീസ താത്ത അല്ലേ മമ്മ? നോക്കി ഗൈസ്, എല്ലാരും ഉമ്മാന്റെ പല്ലു നോക്കി. ഉമ്മാന്റെ പല്ലു പോയിട്ട് ഉമ്മാന്റെ കോലം തന്നെ മാറിയ മൈക്കില്ലേ മമ്മ അല്ലേ? ആളൊക്കെ ചെറുതായിട്ട് മാറിയ മൈക്ക്. എല്ലാരും കൂടി ഒന്ന് നോക്കി ഗൈസ് സംഭവം എങ്ങനെയാണെന്ന്. സ്റ്റോറി എന്താണ് നമുക്ക് വല്യമാനോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് സംഭവങ്ങളെ, കാര്യങ്ങളുടെ കടപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ മമ്മ? പറഞ്ഞോളി, എങ്ങനെയാണ് ഇമ്മമാന്റെ പല്ല് പോന്നത്? ഞാൻ രാവിലെ പല്ലിയാക്കാൻ വേണ്ടി പോയി. ഞാൻ ഗോൾഗറ്റൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് തൊള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുപ്പിയതാണ്. പിന്നെ സിങ്കിക്ക് അതില് പല്ലാണ് ചാടി. പല്ല് തേച്ചിട്ടില്ല, ഇത് ഈ കയ്യിലുണ്ട്. അതില് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ ആക്കിയാണ് തുപ്പിയ പല്ലാണ് ചാടി. അതിന് ഞാൻ ഇവരോട് വണ്ടിയാണ് വില വിളിച്ചോണ്ടിട്ടാണ് എന്റെ പല്ല് മോണ്ട കെട്ടിയാണ് നീച്ചത്. പല്ലി ആടിയാണ്. എന്നിട്ട് പിന്നെ കൊണ്ടേ ഒട്ടിച്ചാണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ പിന്നെയും പോന്നു കഴിച്ചു. പിന്നെ കൊറേ നോക്കി കുറച്ച് നേരത്തിനേലും നിക്കാൻ വേണ്ടിട്ട്. പക്ഷെ പറ്റണില്ല ഗൈസ്. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം പറഞ്ഞ ഇമ്മമാന്റെ പല്ല് ഇളകല് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നാളെന്നെ ആയിട്ടില്ല. ഉമ്മ പല്ല് കൊറേ കാലം മുമ്പേ ഇളകിയിട്ടില്ല. കുറച്ചായി, ഒരു 2-3 മാസത്തെ ആയില്ലേ ഇളകിയിട്ട്. ഞാനും അറിഞ്ഞിട്ടില്ല. അതാരും വിചാരിച്ചില്ലല്ലോ. ഓർക്കപ്പുറത്തല്ലേ വരുന്നത്. മറ്റേ പല്ലൊക്കെ പറിച്ചാൽ നല്ല പണിയില്ലേ. ഇത് ഒരു സാധനത്തിന്റെ ഉള്ളില് സാധനം ഇങ്ങനെ വെച്ചമായിരിക്കും. ഒരു തടവൂല. ഞാൻ കൊണ്ടു കാണിച്ചു തരാം. അമ്മമ്മ പല്ലൊന്ന് എടുത്തോണ്ട് പല്ലൊന്ന് കൊണ്ടുവരും, അവൾക്ക് കാട്ടി കൊടുക്കാം. എല്ലാരും പല്ലും അങ്ങനെ തന്നെ ആക്കിയേ. അത് ഗൈസ് ഞങ്ങളെ വല്യമാൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പല്ലാണ് ആ ഒരു വലിയ പല്ല് അറിയുന്നത്. ഇവിടെ എന്താണ് ആ ഒരു വലിയ പല്ല് അറിയണത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. വല്യമാൻ്റെ ഫാൻസ് മൊത്തം ആ പല്ലും വേണിന്നൊക്കെയാണ് പറഞ്ഞ കുറേ ആൾക്കാർ അല്ലേ. ആ പല്ല് കുറേ കാലമായി. കാലത്തിന് ശേഷം അത് പോകുന്നില്ലേ. ഇത് ഇനി പൊട്ടിച്ചാനും പറ്റൂലല്ലോ അല്ലേ? നോട്ടെ, ഇത് വെച്ച് ഒട്ടിച്ച് നോക്കിയാലേ. ഇങ്ങനെ വെച്ചാണ് പല്ലിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചാണ് ഒറ്റന്റെ ഇങ്ങനെ വെച്ചാണ് സൈഡ് പിടിച്ചാ അങ്ങനെയാണല്ലേ. ഇങ്ങനെ വന്നിക്കണേ കുറച്ച് അന്നൊക്കെ. പിന്നെ വായ്പക്ക് നല്ലോണം ഊരി പോ നിക്കണ പല്ല് മാത്രമേ. ഒരു പല്ലിന്റെ നീളം നോക്കുക. ഉമ്മമാന്റെ പല്ലാണ് ഗൈസ്. ഒത്തിരിക്കും വലിയ പല്ലാണ്. അത് പിന്നെ പറ്റ അങ്ങെത്തിയിട്ട് പോകുന്നതാണല്ലേ. ഇത് പിടിച്ചാണ് ഒരു തടവൂല, വെറുതെ സാധനങ്ങളെ കൂർപ്പിച്ച് നമ്മളെ കുറ്റി അടിച്ചില്ല കൂർപ്പിച്ചിട്ട് അതുപോലെയാണ്. നിങ്ങളെ പല്ലൊക്കെ അങ്ങനെ തന്നെ. എല്ലാരും പല്ലും അങ്ങനെ തന്നെയാണ്. ഇതതിന്റെ ഉള്ളിൽ ഇങ്ങനെ. ഇത് പിന്നെ കൊറേ നാളായി, അതുകൊണ്ട് പിന്നെ അത് പോന്നു. ഒറ്റക്ക് പോന്നല്ലേ, പല്ലിന്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണിത്. ആര് വലിച്ചു വരികയെന്നല്ല പല്ല് പോരാൻ. അതെ, വല്യമാന്റെ ആ ഒരു ഐഡന്റിറ്റിയാണ്. അതാണ് പോയി. അപ്പോ പിന്നെ കാര്യങ്ങൾ ഇനി പറയാൻ കിടക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഗൈസ് നാട്ടിലില്ലായിരുന്നു. അതായത് ഞാൻ എൻഗേജ്മെന്റ് ചെയ്ത കുട്ടീൻ്റെ ബാപ്പാൻ്റെ ഉമ്മാക്ക് കുറേ കാലമായി ഞങ്ങളൊക്കെ കാണണമെന്ന് പറയൽ തുടങ്ങിയിട്ട്. അപ്പം അവർ കുറേ ദൂരെയാണ്. അപ്പോൾ അവർ നാട്ടിലേക്ക് ചികിത്സക്കായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ കാണാൻ പോയിന്. ഞങ്ങൾ എറണാകുളം, ആലുവ ആ ഭാഗത്തൊക്കെയാണ്. ഒരു ദിവസത്തെ 1-2 ദിവസത്തെ ഞങ്ങൾ അവിടെ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ കുടുംബക്കാരെ പേരിക്കൂടെ ആയിക്കൂടെ ഒക്കെ പോയിന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ നേരെ വർക്കിനും പോയി. വളാഞ്ചേരി കുറ്റിപ്പുറ ആ ഭാഗത്തേക്കും പോയി. ഇവർ നേരെ ഇങ്ങോട്ടും വന്നു. ഇവിടുന്ന് 2 വീഡിയോ കിട്ടീനില്ലോ. 2 വീഡിയോസൊക്കെ കിട്ടീനി. അപ്പോൾ പഴം പൊരിച്ച് അങ്ങനത്തെ വ്ളോഗ് കിട്ടീനി. ഞാനപ്പോഴും അവിടെയാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് പിന്നെ വ്ളോഗൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണില്ലേ. ഒക്കെ എടുത്തിന്. പിന്നെ അന്ന് പിന്നെ ഞങ്ങൾ 2 വണ്ടിമേ ഇമ്മയും മോണ്ടനും
ഇമ്മമ്മി മുന്നേ അങ്ങനെ 2 വണ്ടിമേലെ സാധാരണ നമ്മൾ ബൈക്കുമല്ലേ പോലെ നമുക്ക് കാറിലധികം നമ്മൾ ബൈക്കുമല്ലേ പോലെ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മോണ്ടൻ്റെ വണ്ടി അതായത് നമ്മളെ സ്കൂട്ടിൻ്റെ എന്താ ബെൽറ്റ് പൊട്ടി. അപ്പോൾ ബെൽറ്റ് പൊട്ടിയിട്ട് മോണ്ടൻ അവിടെ കുടുങ്ങി. അപ്പം എന്നാൽ മോണ്ടൻ പറഞ്ഞു ഇന്നലെ ഞായറാഴ്ച ഇട്ടേണി. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോളി, 3 ആൾക്കാർ ഞങ്ങൾ വേറൊരു കാർ അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പം മോണ്ടൻ പറഞ്ഞു ഒന്നായി ഞായറാഴ്ച നിന്ന് അപ്പം ഇന്ന് കട തുറക്കൂല, നാളെ ഞാൻ നന്നാക്കിയിട്ട് വരാറുണ്ട്. ഓൻ അവിടെ നിന്നു. അപ്പോൾ ഒന്ന് ഏതായാലും ഏകദേശം രാത്രി 9 വരൂല്ലേ, അങ്ങനെ രാത്രി 9 വരും. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നും ചെയ്തു അല്ലേ. നമ്മളും കൂടിയാണ് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പോസ്റ്റ് ആവുമല്ലോ അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് വല്യമ്മാൻ്റെ പല്ലിൻ്റെ കാര്യം. വല്യമ്മാൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ ഇനി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അതായത് നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പല്ലിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റാക്കണം. അതായത് മമ്മക്ക് പുതിയ പല്ലോ ഒന്നെങ്കിൽ സെറ്റ് പല്ല് മൊത്തത്തിലല്ലാന്നുണ്ടെങ്കിൽ ഇന്നാൾ പറഞ്ഞേക്ക് മൊത്തത്തിലാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മമ്മാൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. മമ്മ ഇന്നാൾ പറഞ്ഞത് സെറ്റ് പല്ല് ഒന്നായിട്ട് വെക്കണേ, കാരണം ഇവിടെ മോണം മൊത്തം ചെത്തി കളയണം നമ്മ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഓരോരോ കാര്യത്തിലൊക്കെ ആയിട്ട് തിരക്കിലാണ് ഗൈസ്. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ഇതാക്കണ ഗൈസ്, ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി കാട്ടിത്തരാം. ഇതിൻ്റെ കോല എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി, എല്ലാവരും പരാതിയായ ഈ മുടി ഇത് ഞാൻ ഇന്ന് കൊണ്ടുപോയി വെട്ടണേക്കാണ്. അതായത് അത് 2 ആൾ ചിരിച്ചിനാക്കണേ, എന്താ സന്തോഷല്ലേ. അതെ. അപ്പൊ ഗൈസ് ഒരുപാടൊന്നും വെട്ടൂല, പക്ഷെ കുറച്ച്, അതായത് ഒരു മീഡിയം ലെവല് കാണാനൊരു വൃത്തിക്ക് ഞാൻ എന്തായാലും വെട്ടണേക്കാരം. മോണ്ടൻ എന്താണ് ഓനെന്ത് സ്റ്റൈലാണ്, എന്താണ് ഇറ്റാലിയൻ ബിയേഡല്ലോ ഓന്. ഓനക്ക് താടി മീശൊക്കെ ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ ബിയേഡാക്കി. ഞാൻ അങ്ങനല്ല, ഞാൻ നോക്കട്ടെ ഇന്ന മോന്തൊക്കെ പറ്റുന്ന സാധനം ഞാനും വെട്ടണേക്കാരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നല്ല പരിപാടി ഞാൻ കാട്ടിത്തരാം. എൻ്റെ കയ്യിൻ്റെ കളറൊന്ന് കാട്ടി കൊടുത്താണ് ഇമ്മ. എങ്ങനെ ആകെ കറുത്ത് കരിമുട്ടിയോ? നേരെ പിടിച്ചാണ് ഗൈസ്. എൻ്റെ കോലെന്ന് പറയാനായിട്ട് ഇതാക്കണേ വെയിലത്താണ് ഗൈസ്. കുറച്ച് ദിവസം പണി കണ്ടോ, കാണുന്നുണ്ടോ അമ്മ? കണ്ടോ, 2 കളർ അയക്കണം ഇവിടെ. അതൊക്കെ ആയിരുന്നു ഗൈസ്. ഇത് എങ്ങനെ വെളുപ്പിക്കാന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ കുറച്ച് മഞ്ഞളും തേങ്ങാപ്പാലൊക്കെ തേച്ച് തന്നീനല്ലേ അമ്മ? ഇന്നിപ്പോ രാവിലെ മഞ്ഞളും തേങ്ങാപ്പാലും തേച്ച് നിർത്തി കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ കൈയൊക്കെ മഞ്ഞ, എന്റെ കൈമുണ്ട്. എന്താ മാമ ആണോ? ചൂട് പൊട്ടിട്ടൊക്കെ ഇമ്മക്ക് അതിന്റെ അടിയിൽ കൂടെ നല്ല രാത്രി പനിച്ചും കൂടി ചെയ്ത് കാണല്ലേ. എവിടെ നോട്ടെ ചുണ്ടിന്റെ വീക്കം നോട്ടെ. ഉമ്മാന്റെ ആക്കണം പനിച്ചൂട് പൊട്ടിക്കണ, ചുണ്ടൊക്കെ വീർത്തിക്കണ. ഇമ്മമാന്റെ മോന്തൊക്കെ ഒരു തുടിപ്പില്ല മയക്കണേ. എനിക്ക് തോന്നുന്നു ഞാൻ പല്ല് പോയിട്ടില്ലതാണോന്ന് അറിയില്ല ചുണ്ടുമ്മേ അല്ലേ. ആ പല്ലുണ്ടായപ്പോ ചെറുതായിട്ട് ഒരു ഇത് ഉണ്ടായിനി, അതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഇപ്പത്തെ കാലത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ചൂടെന്താണ് അപാര ചൂട്. ഒന്നും പറയാലല്ലേ, ഭയങ്കര ചൂടാണ് ഗൈസ്. അതിന്റെ എഫക്റ്റ് ആണ് എന്റെ കൈയൊക്കെ. വാർത്തയിലൊക്കെ എല്ലാരും പെരയിലും കടക്കിലൊക്കെയാണ് പാമ്പ്. ഞങ്ങൾക്ക് അവിടെ നിക്കണ്ടേലും പേടിയാണ്, ഇത് ജനലൊന്നും ഇല്ലാത്തോണ്ട് ഇതിനുള്ളിലൊക്കെ കേറുന്നില്ലേ. രാത്രി ഞങ്ങൾ വന്ന് എല്ലോടും തട്ടി ടോർച്ചൊക്കെ അടിച്ച് ഒക്കെ സേഫ് ആണോ നോക്കിയിട്ടൊക്കെ കടന്നത്. കാരണം എന്താ പറയുക ഗൈസ്, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ തോട്ടം എന്ന് പറയുന്നത് ഇതാക്കണം ഇങ്ങനെയാണ്. അതായത് നമ്മളെ മുറ്റം ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ വേറെ തോട്ടം, പിന്നെ ഇവിടെയൊക്കെ മതിലിന്റെ ഇടാളൊക്കെ. നിങ്ങളിത് കണ്ടോ, മതിലിന്റെ ഇടാളൊക്കെ പടച്ചവൻ കാക്കുന്ന് പറഞ്ഞിട്ടല്ലേ കൊറേയൊക്കെ നമ്മളും കാക്കണം. മാറ്റം വിട്ടു കൊടുക്കാൻ നമ്മള് ശ്രദ്ധിക്കണം. വേണം കടക്കാൻ നേരത്തെ ലൈറ്റൊക്കെ അടിച്ച് നോക്കി വീറും പൊത്തിയിലൊക്കെ തട്ടിയ മൂലൊക്കെ നോക്കിയൊക്കെ വേണം. അതൊക്കെ ഓക്കെ, പക്ഷെ ഉമ്മ ചെയ്യൂല. ഉമ്മ എന്താ കാട്ടീനെ? അതായത് ഞാൻ പറഞ്ഞ കേസ് ഇവിടെ കണ്ടോ, ഇതൊക്കെ ഓരോ പൊത്തുകളാണ്. ഞാൻ ഈ ചപ്പ് ഞാൻ കൈകൊണ്ടാക്കാൻ നിൽക്കരുത് കാരണം എന്താ അറിയോ, വടി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഉദാഹരണത്തിന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് കൂടെ ഒക്കെ പാമ്പുകളുണ്ട്. കാരണം ഞങ്ങള് ഇടക്കിടക്കൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കൂടെ ഒക്കെ ഇതാക്കുമ്പോഴത്തേന് കല്ലെന്തെങ്കിലുമൊക്കെ മാറ്റുമ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട് പാമ്പിനൊക്കെ. ആ ടൈമിലാണ് ഉമ്മമ്മ ഒരു കത്തിയൊരു വടി എടുത്താണ്ട് അങ്ങനെ ഈ പുല്ലൊക്കെ ചെത്തി കോരാൻ വേണ്ടിയിട്ട് പോകണേ. പുല്ലും ചെമ്മലും ഇതൊക്കെ ചെമ്മലൊക്കെ വലുതായിക്കണം, അതുകൊണ്ട് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മമ്മ പോണേ. അങ്ങനെ പോരത്തിട്ടെങ്കിൽ ഗൈസ് നിങ്ങളും കൂടി ഒന്ന് പറയും. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമ്മ കയറിക്കൊന്നും തോന്നുന്നില്ല. നിങ്ങളെ വല്യമ്മല്ല, നിങ്ങളും കൂടി ഒന്ന് പറയും കേട്ടോ. ഏതായാലും ചിരി കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ. പക്ഷെ അങ്ങനല്ല, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഗൈസ് ഒന്ന് ശ്രദ്ധിക്കുക, കാരണം പാമ്പ് ഭയങ്കര അധികം ഡേഞ്ചറാണ്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. ഇനി ഗൈസ് നമുക്ക് ഇന്നെന്താ രാത്രി ചോറിനെന്താ കൂട്ടാൻ? ചോറിന് മീൻചാറ്, കിളിയോ അയിലൊക്കെ ഉണ്ട്. അയില പൊരിച്ചത്, കിളി പൊരിച്ചത്, അയില ചാറ്. കിളി പൊരിച്ച അയില ചാറ്. ഉമ്മമ്മക്ക് എന്താ വേണ്ടിന്ന്? ഞാനും അതിനൊന്നും അല്ല പ്രത്യേകണ്ട.
അത് മതി. ആ പല്ലിന് മാത്രല്ലേ ഇപ്പൊ വേറെ പല്ലിനൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒരു പല്ല്, ഈ പല്ലിന് തന്നെ ഉള്ളു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ അടിയത്തെ പല്ലൊന്നും ഇളകുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഗൈസ് കുറെ ആൾക്കാർ നമ്മളെ പേരന്റ് അപ്ഡേറ്റ് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ നമ്മള് നെക്സ്റ്റ് വീഡിയോക്ക് നമുക്ക് പറയാൻ കാരണം ഇവിടെ അല്ലല്ലോ, എല്ലാവരും ഇവിടെ അല്ലേ, എല്ലാവരും ഓരോരോ ഭാഗത്തു കൂടെ ഒക്കെയാണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണേക്കാരം. ഇനി ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും വെക്കണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാന് ചെറുത് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ചൂടുമ്പോ കെട്ടിട്ട് എവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റും. ചൂട് സീനാണ് ഗൈസ്. ഇത് ഈച്ച പറ കളിച്ചാണ് അതിന്റെ അടിയിൽ കൂടെ. ചൂട് ഭയങ്കര സീനാണ് ഗൈസ്. എല്ലാരോടെയും ചൂട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് കമന്റ് ചെയ്യും. മമ്മ എന്താ കിട്ടണേ? ഏറ്റവും ചൂട് ഇന്നിപ്പോ മയക്കാറൊക്കെ ഉണ്ട്. പെജ്ജു അവലെ ഇത് ഓ നമ്മളെ പേരക്കന്മാരാണ് ഈ ഗൈസ്. ഇത് ഇന്നത്തെ ഇലക്കെ പോയി, എവിടേക്ക് പോയതെന്ന് അറിയില്ല. ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. പ്ലാവ് ഉണങ്ങി വരുന്നുണ്ടോ? ഈ പ്ലാവ് ഏത്? ഇതോ? വെള്ളം നനക്കി വെള്ളം ഇതാക്കി. ഇനി ഗൈസ് നമുക്ക് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും നോക്കാൻ വേണ്ടി പോവാ. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ചുണ്ടാക്കട്ടെ. കാരണം ഇത് തീച്ച പാറി കളിച്ചിന് മകിടം. കുറെ നേരമായി മുമ്പ് കൂടെ കിടന്ന് കളിച്ചുണ്ടാക്കണേ. അപ്പൊ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടോന്ന് ചെന്ന് നോക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കട്ടെ. പൈച്ചനുണ്ട്. എനിക്കില്ലതോ? എന്നുണ്ടാക്കിയതാണത്? ഞങ്ങള് വരുന്നതിന്റെ 2 ദിവസം മുന്നേ. നാളെ പോകാണ്. ആണോ? അവിടെ കൊണ്ടുവന്നാ തിന്നാൻ ടൈം ഉണ്ടാവില്ലല്ലേ ചെറുക്ക്. ഒന്നും എടുത്തില്ലല്ലേ? അതെല്ലാം നന്നായി. നീ കഴിച്ച് നമുക്ക് അടുക്കളയിൽ പോയോക്കട്ടെ. അവിടെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടോന്ന് നമുക്ക് ചെന്ന് നോക്കാം. അടുക്കളയിൽ ചെന്നാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നപ്പോ മമ്മ പറഞ്ഞു മമ്മക്ക് ആപ്പാപ്പാനെ കാണണമെന്ന്. ആപ്പാപ്പാനെ കാണും ചെയ്യണം. കണ്ടിട്ട് 3 ദിവസമായിടാ. പിന്നെ പോരാത്തിന് പല്ല് കാട്ടി കൊടുക്കുമ്പോണല്ലേ അല്ലേ? പല്ല് പോയതും ഒന്ന് കാട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ആപ്പാപ്പാനോട് പോകാൻ വേണ്ടി ഇറങ്ങാണ്. കല്യാണത്തിനൊന്നല്ല, ആപ്പാപ്പാന്റെ അടുക്കാണ്. അല്ല തട്ടടല്ല ഞാൻ പറഞ്ഞു. മറ്റേ ചുരിദാറൊക്കെ ഇട്ടാണ് അണിഞ്ഞൊരിക്കും പോകണ്ടപ്പോ ചോദിച്ചാ. ഓ അങ്ങനെ ഗൈസ് നമ്മളെ അപ്പൊക്കെ ഉണ്ടോ? ഇപ്പൊ വന്നപ്പോ എന്താണ് കാട്ടി? ഇപ്പൊ വന്നപ്പോ എന്താണ് പറഞ്ഞീനിയെ? ഇവിടെ ഉണ്ടായിനോ? ഞങ്ങള് പോയപ്പോ താത്തയാണ് ഗൈസ് തിന്നാനൊക്കെ വെച്ചുകൊടുത്തീനല്ലേ? താത്തന്റെ അടുത്ത് കാണാം ഗൈസ്. ഞാന് കുട്ടീനെ കണ്ടിട്ട് കൊറേ ദിവസമായിട്ടോ. ഇട്ടായി വരുന്നുണ്ട്. കുട്ടീനെ കണ്ടിട്ട് താത്താന്റെ കുട്ടീനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. ഒരുപാട് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസമെങ്കിലും ആയി കാണും എന്റെ അറിവിൽ കേട്ടോ. അത്രയും ദിവസമായി ഞാൻ കുട്ടീനെ കണ്ടിട്ട്. അപ്പൊ എനിക്ക് പൂതിയായി കാണാന്. ആണോ? അപ്പോഴും ഞാനല്ല ഇവിടെ അല്ലേ. പിന്നെ അതേമാതിരിക്ക് സനുവിന്റെ കുട്ടീനെ കണ്ടിട്ടോ അത്യാവശ്യം ദിവസമായി. ഒരു അന്ന് ഇവിടെ അവസാനം വന്നന്ന് പോയത്, അന്ന് കണ്ടതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ. ഓല അങ്ങോട്ട് പോയോക്കെ നമുക്ക്. ഇപ്പൊ നമുക്ക് എടുത്തില്ലേ ഇവരല്ലേ, ഇപ്പൊ എടുത്തേക്ക് പോകാം. എങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് എന്നാ പേര് നമ്മ കേറിക്കോളി ഗൈസ്. ഞങ്ങള് ഒരു വണ്ടിയോളല്ലോ നമ്മ അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടാ. അധികം ദൂരൊന്നുമല്ലോ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ. എന്നാ പേരിമ്മ. എന്താ കയ്യിലെന്താ സാധനം? എന്തോ ഒരു ബേക്കറി എന്തോ കേറിക്കോളി മാമ. അത് രസം മാനുവിന് എടുക്കണം. ആണോ? ആ പാപ്പാക്കോ? അവിടുന്ന് വന്നപ്പോ കുറച്ച് മധുരമുള്ള ബേക്കറി എടുത്തീന്. അല്ല അവിടുന്ന് വന്ന അച്ചാർ എടുത്തീനോ? അച്ചാറും എടുത്തുക്കണ കേസ്. അതെ കേസ് എന്റെ പെണ്ണുങ്ങളോടൊന്നും കൊണ്ടുവന്നേ. അത് പെണ്ണുങ്ങളൊന്നും അറിയാനായിട്ടില്ല. കുട്ടീനോടൊന്നും കൊണ്ടുവന്നേ അച്ചാറുണ്ടായിനെ. അത് ലേശം കൈ പിടിച്ചിരുന്നു. പിന്നെ ഗൈസ് എല്ലാവരോടും ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. എൻ്റെ അതായത് കെട്ടാൻ പോണ പെണ്ണിൻ്റെ ബാപ്പാൻ്റെ അമ്മ ഇപ്പോൾ സുഖമില്ലാതെയാണ് അവരിങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലിലേക്ക് വന്നാണ്. അതായത് എന്താണ് ചെറിയ ഒരു ബ്ലോക്ക് ഉണ്ടായിന്. അപ്പം അതിന് സർജറിക്ക് വേണ്ടി വന്നാണ്. അപ്പം അത് കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കല്ലേ അമ്മ? എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക ഗൈസ്. എല്ലാരും അസുഖം ഭേദമാവട്ടെ. നല്ല മട്ടുണ്ട് കേൾക്കാൻ. കുട്ടികള് കഴിഞ്ഞ ആഴ്ചയല്ലേ അന്നൊന്ന് കാണുന്നത്. എത്രയോ കാലങ്ങളായി. 2 വർഷത്തിന് ശേഷം ഇന്ന ആദ്യമായിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെന്നിട്ട് കണ്ട. അപ്പൊ അതിന്റെ സന്തോഷം കാണാൻ അങ്ങനെയൊക്കെയാണ് ഗൈസ്. കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ടൈമൊക്കെ ആവട്ടെ. അപ്പൊ നമ്മളെന്തായാലും ഇനി നേരെ നമ്മൾ ആപ്പാപ്പാനോട് പോയോക്കട്ടെ. ഇറങ്ങല്ലെന്നാ? ഓക്കെ ഗൈസ് നമുക്ക് പോയോക്കാം. അങ്ങനെ നമ്മളിവിടെ ആപ്പാപ്പാന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ തന്നെ TV കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചത് കേട്ടിട്ടില്ലയോ? കേറിക്കോളി മോള് കേറിക്കോളി. ആപ്പാപ്പ ഇവിടെ ഉണ്ട്. ആപ്പാപ്പാ ദർത്താനോ സുഖല്ലേ? ചാടിച്ചില്ലേ? ചാടിച്ചു. ആപ്പാപ്പൊക്കെ ചായ അടിച്ചു കഴിഞ്ഞു. അമ്മായിയെ വരി. അമ്മായിക്കൊരു സർപ്രൈസ് ഉണ്ട്. എവിടെ ഷംനൊക്കെ എവിടെ? ആണോ? ഷംന അതൊക്കെ അവിടെ അല്ലേ?
ഇന്നലെ എന്താ വർത്താനം? നല്ല വർത്താനം. ഷെഫീക്ക് വിളിച്ചില്ലയോ? ആണോ? അമ്മായിക്കാല ഉമ്മമാക്ക് അമ്മായിക്ക് ഒരു സർപ്രൈസ് കാട്ടി തരാണ്ടെന്ന് പറഞ്ഞു. കാട്ടി കൊടുത്തേ. ഇല്ല ഊരി പോന്നതാണ്. കുലിക്കുഞ്ഞാണല്ലോ. അപ്പൊ തന്നെ വന്നു. കൊറേ കാലമായി ഇളകിയിട്ട്. ഇല്ല വെച്ചിട്ടില്ല. ഇനി വെക്കണത് ഇതാക്കണം. ഉമ്മമാന്റെ കയ്യിലുണ്ട്. എവിടെ പല്ലവിടെ? 2-4 ദിവസമായി പോന്നിട്ട്. വലിയ പല്ലാണേ. ഹലോ ഉള്ളിക്കുണ്ടേ ഇനി ഇങ്ങനെ പോന്നു ഇവിടേക്ക് ഈ പല്ല് നീങ്ങിയാണ്ടാണ് ഇവിടെ ഈ കറുപ്പ് വീണത്. ഇതിപ്പോ നമ്മളെ കണക്കിന് ഇവിടെ ഇവിടുന്ന് കിട്ടാണ് ഉള്ളിക്കാണ്. ചെറുതല്ലേ ഒന്നുമില്ലല്ലോ. ഒരു സൂചി വായിക്കാൻ പോകുന്നത് അതാണ്. ആ അതാണേ. ഇനി കൊണ്ടുപോയാണ്ട് ഇതാക്കണം. അളവ് കൊടുത്തിട്ട് പല്ല് ശരിയാക്കണം. ഞങ്ങൾ അവിടുന്ന് അവിടെ വളാഞ്ചേരി പോയില്ല. അവിടുന്നാണേ ഒരട്ടം ഒട്ടിച്ചു. ഒട്ടിച്ച് കഴിയുമ്പോ പിന്നെ കട്ട്ലേറ്റ് തിന്നാണല്ലോ. വൈകുന്നേരം ചായക്ക് കടി തിന്നാണ്. ആ തട്ടി കാണും. അതാണ്. എന്തായാലും പോരല്ലേ പോകുന്നു. എവിടെ എന്നിട്ട് താത്തയും ഇവിടെ കുട്ടിയൊക്കെ അവിടെ? എല്ലാരും അവിടെ അല്ലേ? അതായത് ഇപ്പൊ ലീവ് എടുത്ത് ഇനി ഷെഫീക്ക് വരുമ്പത്തിന് വരാൻ പറ്റിയില്ലല്ലോ. അപ്പൊ എല്ലാരും ഇപ്പൊ അവിടെയാണ്. ഇനി കഴിച്ച് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യണം ഷെഫീക്കിന്റെ വരവിന് വേണ്ടിയിട്ടാണ്. എന്നാ അവൻ വരുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ആ ടിക്കറ്റിന്റെ തായോണ്ട് ഇങ്ങനെ നിക്കല്ലേ. അപ്പൊ വരന്റെ ടൈമൊക്കെ കഴിഞ്ഞു സത്യത്തിലേ. എന്താണാവോ? എൻ്റെ അവിടെ അത് കുഴപ്പമൊന്നുമില്ലല്ലോ. എയർപോർട്ടാണ് അതന്നെ. ആ ഇൻഷാല്ലാ അല്ലേ അമ്മ? പറച്ചവന്റെ വീട്ടിൽ എല്ലാം ശരിയാവും. ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ പെരീക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് അല്ലേ മാ? ഇറങ്ങല്ലേ ഇതാക്കണ മമ്മ അതിൻ്റെ ഉള്ളിൽ പോയിക്കണേ. അപ്പൊ അവനോട് വർത്താനം പറയാം പോലെ മമ്മ. പുറത്തേക്കില്ലേ? പുറത്ത് കഴിച്ച് നല്ല കാറ്റുണ്ട്. പക്ഷെ ഉള്ളില് ഭയങ്കര ചൂടാ. അല്ല മയ്യ നടക്കില്ലല്ലേ? വൈകുന്നേരം ടൈമിലുണ്ട്. അവിടെയും അതേ വൈകുന്നേരം വൈകുന്നേരം ടൈമിലുണ്ടാവും. ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടാണ്. നേരെ താത്താനോട് പോയല്ലേ അമ്മമ്മ? കുട്ടിനെ കാണണ്ടേ? നോക്കാം നമുക്ക്. കാരണം രാത്രി ആയില്ല. ഇപ്പൊ നേരത്തെ ഇറങ്ങണേ. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നടന്നീന്. അപ്പൊ നേരം രാത്രി ആയും ചെയ്തോ. പോയല്ലെന്നാ മമ്മ? പോലെ പല്ലെടുത്തില്ലേ? പല്ല എവിടെ പോവാണെന്നുണ്ടെങ്കിൽ കൊണ്ടിറക്കണ്ട് കീസിലിടുന്നത്. ഉമ്മമാന്റെ ഹൈലൈറ്റ് പല്ലാണത്. അത് പോകാൻ പാടില്ല എന്നും ഞങ്ങളെ ഓർമ്മയാണത്. ആ അതാണേ. കൊറേ ആൾക്കാർ ഫാൻസിലൊക്കെ പല്ലാണത്. അത് നമ്മളെ ഇതാണ്, നിധിയാണ്. അത് നമ്മൾ എടുത്തു വെക്കണം മാമ. അത് നമ്മൾ എടുത്തു വെക്കണം, സൂക്ഷിച്ചേക്കണം. എന്നാ പോവല്ലേ? എന്നാ പേര് കേറി അമ്മയെ പോയി. എന്നാ കേറി മാമ. അമ്മ ഗൈസ് നമ്മള് നേരെ താത്താനോടെ പോയക്കട്ടെ. ഗൈസ് ഞങ്ങളുടെ താത്താന്റെ പെരിക്ക് വന്നിക്കാണ്. എങ്ങനെയുണ്ട്? മാറിയില്ലേ? ഇപ്പൊ നോക്കിയാ എടാ അന്റെ വല്യമാന്റെ പല്ല് പോയി. ഹലോ അറിയോ? ആ പല്ലുണ്ടായപ്പോ വേറൊരു മുഖം. ഇത് പോയപ്പോ വേറെ മുഖല്ലേ? ഞാൻ അമ്മാനോട് നാളെ ആളൊക്കെ ഉണ്ടായപ്പോ ഭയങ്കര ഇറങ്ങുന്നത് വെക്കാൻ പറ്റുമോ? ഹൈലൈറ്റ് പല്ലാണ് പോയി. ഇല്ല ഇതാക്കണ ഇന്റെ പോക്കറ്റിൽ തന്നു പിടിച്ചാന്. ഇതാക്കണ തുറന്നു നോക്ക്. വല്ലാത്തൊരു പല്ല. രാവിലെ കൊണ്ടേ ഒട്ടിച്ചത്. അതാണ് ഇത്ര വലിപ്പം ഉണ്ടല്ലേ? ആ നല്ല വലിപ്പണ്ടേ. കൊണ്ടേ ഒട്ടിച്ച് വൈകുന്നേരം പിന്നെ അതല്ല ഈ പല്ല് മാത്രം ഇങ്ങനെ നീളം വെക്കാൻ കാരണം നമ്മളെ വല്ലിനൊക്കെ ഉള്ളിക്ക് നല്ല ഉണ്ടാവേ. ഇത് മാത്രമല്ല അതെന്താ അറിയോ? അതിങ്ങനെ ഊരി ഇങ്ങനെ പോന്നിട്ടാണതേ. ആ അതുകൊണ്ടാണ് അങ്ങനെ. എന്താ നോക്കണ്? എടാ ചെങ്ങായി എന്താ വർത്താനം? ഹൈഞ്ഞ് വെക്കാൻ പറ്റൂല. അത് ഒട്ടിച്ചു വരും കേട്ടോ. പക്ഷെ പിന്നെയും പോന്നു. ആ ഓരോരുത്തർ ഗമ്മുണ്ട്. ഉമ്മ കട്ട്ലേറ്റ് നമ്മ പിന്നെയും പോന്നു. എടാ ചെങ്ങായിയേ എന്താ എനിക്ക് പരിപാടി? ഓനെ എങ്ങനെയുണ്ട് ഇപ്പൊ? ചെറുക്കൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്.
ഇട്ട തുണിയായിട്ട് ചെറിയ എത്തിക്കൊക്കെ ഇല്ല കഷ്ണം കഴിഞ്ഞാണ് തമിഴ്. എടാ ചെങ്ങായി കളിയൊക്കെ കഴിഞ്ഞ കളി. ഓ ഗൈസ് ഇവന്മാര് കളിച്ചാൻ പോയിക്കാണ് ഇബനോ ഇതും ഇതൊക്കെ ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളൂ. എടാ അയിമന്ന് കൊയിഞ്ഞാടാ അയിമന്ന് കൊയിഞ്ഞാടാ ഇറങ്ങിക്ക ഇറങ്ങി നേരത്തെ കൊയിഞ്ഞാടില്ലോ കേട്ടോ. എന്നാ അങ്ങോട്ട് ഇറങ്ങടാ ഡാ കൊയിഞ്ഞാട് ഇങ്ങോട്ട് പോയി. എന്താ പറഞ്ഞേ അന്റെ സ്കൂളും മദ്രസയും പൂട്ടിയല്ലേ? തുറന്നോ? അത് ശരി പൂട്ടിയപ്പോ തന്നെ തുറക്കലും വന്നോ? ആണോ? അവിടെ പീടിക്ക് ഒരാളും ഇല്ല സാധനമല്ല അവിടെ എടാ ചെങ്ങായിയെ സുഖാണ് എനിക്ക്. ആരെയും നോക്കണേ സുഖാണ് എനിക്ക്. എവിടെ അളിയാക്ക എവിടെ? അളിയാക്ക പണിക്ക് നിൽക്കുക ആണോ? ആ ഞാൻ 1.5 മാസത്തിന്റെ അടുത്തായി കുട്ടീനെ കണ്ടിട്ട്. ഞാൻ ഇപ്പളാ കാണണേ. വീഡിയോസ് കാണുന്നുണ്ട് നല്ലത്. ഇവിടൊക്കെ കണക്കന്നെ ഫാൻ ഉണ്ടായോണ്ടപ്പോ നിക്കണല്ലേ. പിന്നെ വേർക്കാണ് വേർത്ത് കുളിക്ക എന്തല്ലേ. എടാ എന്ത് നോക്കണേ. ആ ശരി നല്ല മാറ്റമുണ്ട്. താത്തയല്ലേ അവിടെ പൂച്ചക്ക് കൊണ്ടേ കൊടുത്തീനെ പാമ്പിനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇവിടെ വന്നീന് അമ്മക്ക് എന്തെങ്കിലും തരണ്ടേ ഇല്ലേ എടാ? അതാണതേ. ഇപ്പൊ ചൂടുകാലത്ത് മമ്മ പൂച്ചാള് വേണം അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവൂല. റൂമിന്റെ ഉള്ളിന്നൊക്കെ എത്ര പാമ്പിനെ കിട്ടണേ അല്ലേ? പൂച്ചാളിനെ കൊറേ ഒക്കെ കൊല്ലും. എന്താ കാര്യമായിട്ട് ചായ ഉണ്ടാക്കുക? പിന്നെ എല്ലായിടത്തും പാമ്പാളാ. അതേ പാമ്പിനെ പേടിയാണ്. നമ്മളവിടെ ഉണ്ടല്ലേ തറവാടിന്റെ അവിടെ. അവിടെ എപ്പോഴും അണലില്ലേ? ആ എപ്പോഴും അണലുണ്ടാവലുണ്ട്. പണ്ടൊക്കെ ഓർമ്മണ്ടോ ഓടിന്റെ മേലക്കൂടെ ഇങ്ങനെ ആ ഇവിടല്ലേ മോൾക്കിടല്ലേ ഒക്കെ കണക്കന്നെ. ഇപ്പൊ അവിടെ എപ്പോഴും സേഫ് അല്ല. നോക്കണം അതിനെ ശ്രദ്ധിച്ചണം. അമ്മ ആണെന്നുണ്ടെങ്കിൽ അനങ്ങിയായിക്കൂടെ തോട്ടത്തിൽ കൂടെ കൈക്കോട്ടും കത്തി എടുത്താണ്ട് ഇറങ്ങും വെട്ടിപ്പൊളിച്ചാനാണെന്നുണ്ട്. സമ്മതിച്ചരുത് കേട്ടോ. പറയണം പോകരുത് എന്ന് പറയണം. വലിയമാനോട് പറയാം പോകരുത് അറിയാം. മേലെ അതുകൂടെ പോകരുതാണ്. ആകെ അന്തം വിട്ടു. ഏത് ഈ ചെങ്ങായി എന്തീ പറയുന്നത് വിചാരിച്ചാണ്. ഇവിടുന്ന് നേരെ നീ പെരിക്കൂടി പോകാണ്ട്. അല്ലാ നോക്കിയ വേർത്ത് ഇങ്ങനെ നിന്നിട്ട് വേർക്കാണ്. ചൂടുകൊണ്ട് വേർക്കുക. എന്താ ചൂട്? റിതോ വല്യമാന്റെ പല്ല് കണ്ടിട്ട് എനിക്ക് എന്താ പറയല്ലോ അമ്മമാന്റെ സെറ്റ് ആയില്ലേ? ഇപ്പൊ ചിരിച്ചു അടിക്കൊടുത്തേ അമ്മ. ചിരിച്ചപ്പോ വേറെ മകല്ലേ? ആദ്യത്തെ വല്യമ്മ അല്ല ഇപ്പൊ. ആദ്യോ ആ സാധാ അളവിലല്ലേ? പിന്നെ അതിങ്ങനെ ഊരൂരി പോരാണേ. ഊരൂരി പോരുമ്പോഴാണ് മറ്റേ പല്ല് മുമ്പ് ഇങ്ങനെ വന്നേ. ആദ്യം ഒരു മാമുക്കോയന്റെ സ്റ്റൈൽ ഉണ്ടായിന് കാണാന്. അപ്പൊ മാമുക്കോയ മാറുന്നു. അങ്ങനെ ലേഡീസ് വേർഷനാണ് ഇപ്പൊ പോയി. സങ്കടമുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ആ പല്ല് പോയിന് എന്തേലൊക്കെ ചെയ്യണത്. അങ്ങനെ ഗൈസ് നമ്മളിവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുകയാണ്. എടാ പോട്ടെട്ടോ ആള് പോവാട്ടോ. ടാറ്റ എന്നാണ് പോലമ്മ എടാ ഞങ്ങള് പോവാട്ടോ. ഉമ്മ ഇറങ്ങല്ലേ പേര്. എടാ ഓ തെറ്റിക്ക പോട്ടെ. ഓനങ്ങനെ തന്നെയല്ലേ? ഓക്കെ അധികം ആൾക്കാരോട് സംസാരിക്കാല്ല. ഇൻട്രോവേർട്ടർ ആണ്. മോണ്ടന്റെ മൈക്കാണ്. കുറച്ച് കഴിയുമ്പോ റെഡി ആവും. അത് എവിടെ റിതുവിടെ? റിതു പോയോ? അടച്ചിക്ക ആണോ? അല്ല വലിച്ചാ മതി കിട്ടും. ഞങ്ങള് പോയി ശ്രദ്ധിക്കോ പോട്ടെട്ടാടാ. ഞമ്മക്ക് നാളെ അല്ലേ മറ്റന്നാ കട ഞാൻ ഒന്നിരി വരാ. ഗൈസ് പോയേക്കട്ടെ ഗൈസ്. പെരി പോട്ടെ. അല്ല മോണ്ട എത്തിക്കാണോ? ആണോ? എത്തിക്കണറില്ല. മോണ്ടഞ്ഞ് എത്തിക്കണറില്ല. ഞാൻ നേരെ പെരി പോയോക്കട്ടെ. അത് ചിക്ക പോയല്ലെന്നാ. ഓക്കെ ഇതോ പോവാണേ. ഓക്കേടാ പോയി 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 പോയി